ശിശുക്ഷേമ സമിതിയിലെ കുട്ടികളെ പ്രത്യേക മെഡിക്കൽ ടീമിനെ നിയോഗിച്ച് വൈദ്യപരിശോധന നടത്തും. ശിശുരോഗ മാനസികാരോഗ്യ വിദഗ്ധർ അടങ്ങിയ ടീമാണ് പരിശോധന നടത്തുന്നത്. ടീമിനെ നിയോഗിക്കാൻ ആവശ്യപ്പെട്ട് CWC ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് കത്ത് നൽകും. ആയമാർ കുട്ടികളെ ഉപദ്രവിച്ച സംഭവത്തെ തുടർന്നാണ് തീരുമാനം. ഡാൻ കുര്യൻ നൽകും കൂടുതൽ വിവരങ്ങൾ. ഡാൻ, എന്തായാലും ഈ കുഞ്ഞുങ്ങളെ അങ്ങേയറ്റത്തെ സൂക്ഷ്മതയോടുകൂടിയും ജാഗ്രതയോടുകൂടിയും സംരക്ഷിക്കേണ്ട സർക്കാർ സമിതിയുടെ ശിശുക്ഷേമ സംരക്ഷണ കേന്ദ്രത്തിലുണ്ടായൊരു ഈ ക്രൂരാനുഭവം അങ്ങേയറ്റം അപലപനീയമാണ്. അക്കാര്യത്തിൽ സംശയമില്ല. എന്തായാലും അതുമായി ബന്ധപ്പെട്ടാണ് ഒരു പുതിയ ടീമിനെ നിയോഗിച്ചുകൊണ്ട്, ഒരു പ്രത്യേക മെഡിക്കൽ ടീമിനെ നിയോഗിച്ചുകൊണ്ട് വൈദ്യപരിശോധന നടത്താനുള്ള തീരുമാനം സ്വാഗതാർഹമാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? 2.5 വയസ്സുകാരിയായ പെൺകുട്ടിക്ക് കഴിഞ്ഞ ദിവസം ആയമാരുടെ ഭാഗത്ത് നിന്ന് ക്രൂരമായ പീഡനം ഏൽക്കേണ്ടി വന്ന പശ്ചാത്തലത്തിലാണ് CWC ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് മാനസികാരോഗ്യ വിദഗ്ധരെയും ശിശുരോഗ വിദഗ്ധരെയും ഉൾപ്പെടുത്തി അവിടെ വൈദ്യപരിശോധന നടത്തണം എന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതോടൊപ്പം പ്രധാനമായി കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ 3 ആയമാരെ വിശദമായി ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി പോലീസ് കോടതിയിൽ നിന്ന് കസ്റ്റഡി അപേക്ഷ നൽകുന്നുണ്ട്. അതിൽ കോടതിയുടെ തീരുമാനം അനുസരിച്ച് അവരെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുകയാണെങ്കിൽ തെളിവെടുപ്പിനായി ശിശുക്ഷേമ സമിതിയിൽ എത്തിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുകയാണ്. എന്തായാലും എടുത്തു പറയേണ്ടുന്ന കാര്യം, വലിയ തരത്തിലുള്ള പ്രതിഷേധം കഴിഞ്ഞ ദിവസം മുതൽ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നും സമാനമായ തരത്തിൽ ശിശുക്ഷേമ സമിതിയിലേക്ക് പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുന്നുണ്ട്. എന്തായാലും ഇത് ഇപ്പോൾ തുടങ്ങിയ സംഭവമല്ല. നേരത്തെ മുതൽ തന്നെ കുട്ടികൾക്ക് നേരെ ആയമാരുടെ ഭാഗത്ത് നിന്ന് അതിക്രമങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നാണ് പുറത്തു വരുന്ന സൂചനകൾ. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് വൈദ്യപരിശോധന റെഗുലറായി തന്നെ നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് CWC ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം ഈ അറസ്റ്റിലായ 3 ആയമാരും അവരുടെ നഖം, അതായത് ഈ കുട്ടിയുടെ ശരീരത്തിൽ ക്ഷതമേൽപ്പിച്ചത് നഖം ഉപയോഗിച്ചായിരുന്നു. ആ നഖം മുറിച്ചു കളഞ്ഞതായും പോലീസ് പരിശോധനയിൽ കണ്ടെത്തിയതായാണ് വിവരം. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്.